എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണല്ലോ അല്ലേ? അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് അടിപൊളി ഒരു 4 മണി പലഹാരം ഉണ്ടോ. അതിനായിട്ട് നമ്മൾ 1 ഗ്ലാസ് മൈദ എടുത്തു. അതിലേക്ക് കുറച്ച് ഒനിയൻ ചോപ്പ് ചെയ്തത്, ജിഞ്ചർ, ചില്ലി, പിന്നെ കറിവേപ്പില, ഇതെല്ലാം കൂടി ആഡ് ചെയ്തു. ഉപ്പും ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും ചേർത്ത് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് നമ്മൾ നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടോ. ഒരു 3-4 മണിക്കൂറിനടുത്ത് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഉണ്ടാക്കുന്ന സാധനത്തിൻ്റെ പേര് പറഞ്ഞില്ലല്ലോ അല്ലേ. നമ്മുടെ നാട്ടിൽ ഇതിനെ എന്താ പറയുക, മുളക് വട, ഉള്ളിവട എന്നൊക്കെ പറയും. ഓരോ നാട്ടിലും ഓരോ പേരാണല്ലോ. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ എന്താ പറയണതെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്തോ. എന്തായാലും നമ്മുടെ അവിടെ മുളക് വട അല്ലെങ്കിൽ ഉള്ളിവട എന്നാണ് കേട്ടോ പറയണേ. ഈ ഷേപ്പ് കണ്ടിട്ട് നിങ്ങൾ കണ്ടുപിടിച്ചോ നിങ്ങളുടെ നാട്ടിൽ എന്താ പറയണതെന്നുള്ളത് കേട്ടോ. അപ്പോൾ ഈ ഒരു പലഹാരം ഉണ്ടാക്കാൻ ഒരു ടാസ്ക്കായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് ഇത് ചുട്ടെടുക്കാനുള്ള ഒരു പരിപാടിയാണ്. കാരണം ഇതിൻ്റെ ഒരു ഷേപ്പ്, നമ്മളിത് കയ്യിൽ മാവ് എടുക്കുമ്പോഴേക്കും ഇതിങ്ങനെ മെൽറ്റായി പോകും. അതുപോലത്തെ ഒരു മാവാണിത്. അതിനുശേഷം നമ്മളിതിലൊരു ദ്വാരം ഇട്ട് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലും വലിയൊരു പ്രശ്നമാണ് കുഴി ഇട്ട് കൊടുക്കൽ. എന്തായാലും എൻ്റെ കെട്ടിയോനൊന്ന് ട്രൈ ചെയ്തു, പാളിപ്പോയി. അതിനുശേഷം ഞാൻ തട്ടിലേക്ക് ഇറങ്ങി, കളത്തിലേക്ക് ഇറങ്ങിയതിന് ശേഷമാണ് ഇത് കേട്ടോ ഇത് ഇങ്ങനെയെങ്കിലും ഒരു ഷേപ്പായത്. അതിന് മുമ്പ് കണ്ടു കഴിഞ്ഞാൽ ദൈവം ഈശ്വര ഇതൊക്കെ മുളക് പോടാന്ന് നിങ്ങളുടെ നാട്ടിൽ പറയുമെന്ന് നിങ്ങൾക്ക് തോന്നും. എനിവേ നമ്മൾ അതിനുശേഷം ഒരു ബ്ലാക്ക് ടീ ഇട്ടു, പിന്നെ ഒരു പാൽ ചായയൊക്കെ ഇട്ട് നമ്മൾ എന്തായാലും 4 മണി ചായ കുടിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് നമ്മളിത് സെക്കൻഡ് ടൈമാണ് കേട്ടോ ട്രൈ ചെയ്യണേ. ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും ഹൈ ആയിട്ട് നിങ്ങളങ്ങനെ അത്ര ഹൈ എക്സ്പെക്റ്റേഷനൊന്നും നിങ്ങളിതിന് കൊടുക്കണ്ട. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതിന് വലിയ എക്സ്പേർട്ടൊന്നുമല്ല. പക്ഷേ ഇതിലെന്താ കുറവെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലൊരു ഉപ്പിൻ്റെ കുറവുണ്ട്. കാരണം നമ്മളിത് മാവ് എന്താ പറയുക, നമ്മൾ സെറ്റാക്കാൻ ഒരു 3-4 മണിക്കൂർ വെച്ചുല്ലോ. അപ്പോൾ അതനുസരിച്ചിട്ട് വേണം നമ്മൾ ഉപ്പിടാനായിട്ട്. നമ്മൾ അത്രയധികം ഉപ്പൊന്നും ചേർത്തില്ല, കുറച്ച് ഉപ്പാ ചേർത്തുള്ളൂ. പക്ഷേ ഇത് ഓക്കെ ആണെന്ന് ഞാൻ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിരുന്നു, നമുക്ക് ചായക്ക് കഴിക്കാം. പക്ഷേ ഇത്തിരി കൂടി ഉപ്പുണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായിരുന്നു. ഇതൊക്കെ വെറും പ്രശ്നം ഈ തമ്പൊക്കെ, പക്ഷെ നന്നായിരുന്നു കേട്ടോ. അതും ഞാൻ എടുത്ത് പറയാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയോ. കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടാകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാക്കി എന്തായാലും സെറ്റായിരുന്നു. അപ്പോൾ നമ്മൾ വീക്കെൻഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ.